प्रधानमंत्री नरेंद्र मोदी की मौजूदगी है। अखिल केरल धीवरा सभा की स्वर्ण जयंती के मौके पर आपको बता दें कि उनका संबोधन हो रहा है। क्या वो कह रहे हैं वो सुनते हैं। ट्रांसपोंडर्स भी दिए गए हैं। इनमें से 4,500 से अधिक ट्रांसपोंडर स्थापित किए जा चुके हैं। इससे समुद्र में आने वाली फिशरमैन की सुरक्षा को प्राथमिकता मिली है। പ്രിയപ്പെട്ടവരെ, മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന തൊഴിലാളികളുടെ സുരക്ഷയും നമുക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. പണ്ടൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ ഓർത്ത് അവർ തിരികെ വരുന്നതുവരെ തീ തിന്ന് കഴിയാനായിരുന്നു കരയിലിരിക്കുന്നവരുടെ വിധി. കാലാവസ്ഥയനുസരിച്ച് കരയിലിരിക്കുന്നവർക്ക് ആശങ്കയും വിഷമവും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 7000-ഓളം മത്സ്യബന്ധന ബോട്ടുകളിലേക്കാണ് ഉപഗ്രഹാധിഷ്ഠിതമായ ട്രാൻസ്പോണ്ടറുകൾ വിതരണം ചെയ്തത്. ഇതിൽ 4500-ഓളം ട്രാൻസ്പോണ്ടറുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണനയും പ്രാധാന്യവും കിട്ടുന്നുണ്ട്. हमें फिशरीज की नई संभावनाओं को साकार करना है और फिशरमैन कम्युनिटी के जीवन को भी बेहतर बनाना है। इसके लिए कोस्टल इंफ्रास्ट्रक्चर को मजबूत करने पर विशेष ध्यान दिया जा रहा है। प्रधानमंत्री मत्स्य संपदा योजना के तहत 9 इंटीग्रेटेड मॉडर्न कोस्टल फिशिंग विलेजेस विकसित किए जा रहे हैं। പ്രിയപ്പെട്ടവരെ, നമുക്ക് മത്സ്യബന്ധന മേഖലയിലെ പുതിയ അവസരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ജീവനും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി 9 ആധുനിക സംയോജിത മത്സ്യബന്ധന ഗ്രാമങ്ങൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. एनडीए सरकार में फिशिंग हार्बर्स को भी आधुनिक बनाया जा रहा है। मुथलपोजी हार्बर को 177 करोड़ रुपए की लागत से अपग्रेड किया गया है। इसके अलावा 6 हार्बर्स को ड्रेजिंग के माध्यम से बेहतर बनाया जा रहा है। पिछले 5 इयर्स में 16 आइस प्लांट और कोल्ड स्टोरेज की स्थापना को भी मंजूरी दी गई है। എൻഡിഎ സർക്കാർ മത്സ്യബന്ധന തുറമുഖങ്ങളും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുതലപ്പൊഴി ഹാർബറിന്റെ നവീകരണത്തിനായി മാത്രം 177 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. ഇതിനു പുറമെ മറ്റ് 6 ഹാർബറുകൾ കൂടി ഡ്രഡ്ജിംഗ് നടത്തി കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 16 ഐസ് പ്ലാന്റുകളും ശീതീകരണികളും സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. एनडीए सूरजगढ़े समुद्र से जुड़ी अर्थव्यवस्था को केवल पारंपरिक मछली पकड़ने तक सीमित नहीं है। सीवीड प्रोडक्शन जैसे क्षेत्र में भी नई संभावनाएं बनी। केरलम में और चलिए यहां रुकते एक छोटे से ब्रेक के लिए। देखते रहिए इंडिया न्यूज।